ഹരി ഓം. ഞാൻ സ്വാമി അഭയാനന്ദ, ചിന്മയ മിഷൻ, വയനാട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച സുദിനമാണ്. ഭഗവാനെയാണ് നമ്മൾ ഓണത്തിനെ പൂജിക്കുന്നത്, സ്മരിക്കുന്നത്, വരവേൽക്കുന്നത് ഒക്കെ. ഭഗവാന്റെ കൂടെ ഭക്തനായ ബലിക്ക് സ്ഥാനമുണ്ട്. അല്ലാതെ ഭഗവാൻ വില്ലനും ബലി വലിയ കേമനും അങ്ങനെയില്ല. അത് ആരോ പടച്ചുണ്ടാക്കിയ കഥയാണ്. അത് ഓണം ചിലപ്പോൾ എല്ലാവരും ആഘോഷിക്കണം എന്നുദ്ദേശിച്ചിട്ടായിരിക്കാം, ഒരു രാജാവിൻ്റെ, നല്ല രാജാവിൻ്റെ കഥ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യത്തെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പുരാണ ഗ്രന്ഥങ്ങളിലുമൊക്കെ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ നിഷേധിക്കേണ്ടി വരും. അങ്ങനെ ഒന്നും ഗ്രന്ഥങ്ങളിൽ ഇല്ലതാനും. ബലി എന്ന പേരാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും. ഒരുപക്ഷെ മഹാബലി എന്നുള്ള പേര് ഒരു പഴയ ഗ്രന്ഥത്തിൽ കാണണമെങ്കിൽ അത് അധ്യാത്മ രാമായണമായിരിക്കും. മലയാളത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും, ഭാഗവതം ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും വെറും ബലി എന്നാണ്. ബലിയുടെ പേര് ഇന്ദ്രസേനൻ എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ വിളിക്കുന്നുണ്ട്. ഇപ്പം ഇന്ദ്രസേനൻ എന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ബലി, ബലമുള്ളത് കൊണ്ട് ബലി, അങ്ങനെയാണ് ബലി എന്നുള്ള പേരുണ്ടായത്. ബലിക്ക് നൽകിയത് സുതലം എന്ന സ്ഥലമാണെന്ന് കണ്ടു. അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനാവാനുള്ള അവസരവും നൽകി. ഇപ്പൊ ഭഗവാന്റെ അവതാര സുദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം. ഓണത്തിന് നമ്മൾ വെക്കുന്നത് തൃക്കാക്കരയപ്പനെയാണ്, അല്ലെങ്കിൽ തൃക്കാരപ്പൻ എന്ന് പറയും. ചില സ്ഥലത്ത് അതിനെ മാതേവർ എന്ന് പറയും, ചില സ്ഥലത്ത് മാതോര്യ എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ. മാധവൻ എന്നുള്ള വാക്കാണ് മാതേവരെ, മാതോര് എന്നൊക്കെ ആയിട്ട് മാറിയത്. ഭഗവാന്റെ രൂപമില്ലാത്ത രൂപം, അതാണ് തൃക്കാക്കരയപ്പൻ്റെ രൂപം. അതായത് ത്രിവിക്രമനായി വളർന്ന് ലോകം മുട്ടയെ നിൽക്കുന്നതായ ഭഗവാന്റെ രൂപത്തെയാണ് നമ്മൾ ഏകദേശം ചെറിയ സ്തൂപം പോലെയോ അല്ലെങ്കിൽ പിരമിഡ് പോലെയോ ഉള്ള ആകൃതിയിൽ, അത് മണ്ണിൽ തട്ടി പൊത്തി ആണ് ഉണ്ടാക്കുക. കളിമണ്ണ്, കല്ലില്ലാത്ത മണ്ണ്, ചെമ്മണ്ണ്, അതിലാണ് ഉണ്ടാക്കുക. ഓരോ വർഷവും പുതിയ പുതിയ തൃക്കാക്കര അപ്പന്മാരെ ഉണ്ടാക്കും. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മുമ്പ് കാണുണ്ടായി. ഫോം ടു ഫോംലെസ് എന്ന് പറയുന്ന രൂപത്തിൽ നിന്ന് അരൂപമായ അവസ്ഥയിലേക്ക്. അങ്ങനെയുള്ള തൃക്കാക്കര അപ്പന്മാരെ ഉണ്ടാക്കേണ്ട സമയമായി. മിക്ക സ്ഥലത്തും ഓണത്തിന് മുമ്പായിട്ട് പൂരാടത്തിനും പൂരാടക്കുട്ടിയെ വെക്കുന്ന ചടങ്ങുണ്ട്. ഉത്രാടത്തിനാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തൃക്കാക്കരയപ്പനെ വെക്കുക. അപ്പം അത് ഉണ്ടാക്കി വെയിൽ കൊള്ളാതെ ഉണങ്ങണം. എന്നിട്ട് വേണം ഉത്രാടത്തിന് അന്ന് തലേന്ന്, അത് ഓണത്തലേന്ന് അവിടെ പൂജിക്കാനായിട്ട് വെക്കണം. പിന്നെ ഉത്രട്ടാതി വരെ പൂജിക്കുകയും വേണം. ഇപ്പോൾ ഭഗവാന്റെ കൂടെ എത്ര ആളുകൾ വേണമെങ്കിൽ വരാം. ഭഗവാന്റെ പാർഷദന്മാരായിട്ടോ കിങ്കരന്മാരായിട്ടോ ഭക്തന്മാരായിട്ടോ. ഭഗവാനെയാണ് നമ്മൾ പൂജിക്കുന്നത്. വാമനമൂർത്തിയായ ത്രിവിക്രമനായ ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് ഓണത്തിന് പൂജിക്കുന്നത്. അങ്ങനെ പൂജിക്കാൻ, ഓണം ഭഗവാന്റേതായി തന്നെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ആചരിച്ചാലേ എല്ലാ ആചാരങ്ങളും നടക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.